നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ റൗണ്ട് ഓഫ് 32-ൽ ഇന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുകയാണല്ലോ. പോർച്ചുഗലിൻ്റെ 11-ൽ ആരൊക്കെ ഉണ്ടാകും? ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടീനസിനോട് ഗോൺസാലോ റാമോസിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ, ക്രിസ്ത്യാനോക്ക് റെസ്റ്റ് കൊടുക്കാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നൈസായിട്ട് അതിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പായി പോവുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ താരങ്ങളും റെഡിയാണ് എന്നാ പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ 21 താരങ്ങളെ കളിപ്പിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ. ഇത്ര താരങ്ങളെ കളിപ്പിച്ച് വേറെ ഏത് ടീമുണ്ട്? ഇനി ഇവിടുന്ന് അങ്ങ് പുതിയൊരു വേൾഡ് കപ്പാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനോയെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും റെഡിയാണെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ പോർച്ചുഗീസ് മാധ്യമം എബോല ഇപ്പോൾ ഈ മത്സരത്തിനുള്ള പോർച്ചുഗീസ് 11 എങ്ങനെയാകും എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നത് കോച്ച് ഒഫീഷ്യലി പറഞ്ഞ കാര്യമല്ല. പോർച്ചുഗലിലെ മാധ്യമം എബോലയുടെ നിരീക്ഷണം അനുസരിച്ച് അവർ അവതരിപ്പിക്കുന്ന 11 അതുപോലെ തന്നെ അവിടുത്തെ റീഡേഴ്സ് എന്ന് പറയുമ്പോൾ പോർച്ചുഗലുകാരായിട്ടുള്ള ആളുകൾക്കിടയിൽ അവരൊരു സർവേ നടത്തിയിട്ട് എങ്ങനെയാവും ആദ്യ 11 എന്നുകൂടി അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഞാനും പോർച്ചുഗൽ ഫാനാന്ന് പറഞ്ഞ പോലെയല്ല. എക്സാക്ട്ലി ശരിക്കുള്ള പോർച്ചുഗലുകാർ എന്താണ് കാണുന്നതെന്ന് അറിയാൻ ഇത്തരം മാധ്യമങ്ങൾ നോക്കുന്നത് നന്നാവും. ഏതായാലും എബോല ഇപ്പം അവരുടെ 11 എങ്ങനെയാവും എന്ന് പറയുന്നുണ്ട്. ഗോൾ കീപ്പറായിട്ട് ഒരു സംശയവും വേണ്ട, ഡിയേഗോ കോസ്റ്റ തന്നെ. പിന്നെ ഡിഫൻസിലേക്ക് പോകുമ്പോൾ ജാവോ കൻസേലോ, അദ്ദേഹത്തോടൊപ്പം റൂബൻ ഡയസ് സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ, റെനാറ്റോ വെയ്ഗ സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ, പിന്നെ വിങ്ങിൽ ന്യൂനോ മെൻഡസ്. അപ്പോൾ കൻസേലോയും ന്യൂനോ മെൻഡസും വിങ്ങിലായിരിക്കും. ദെൻ മധുരയിലേക്ക് വരുമ്പോൾ വിറ്റിഞ്ഞ തന്നെ അവരുടെ പ്രധാന താരം. അദ്ദേഹത്തോടൊപ്പം ജാവോ നവസിനിറക്കും. ഒപ്പം ഫ്രാൻസിസ്കോ ട്രിങ്കാവോ ഉണ്ടായിരിക്കും. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരിക്കും. മധ്യനിരയിൽ ബ്രൂണോ ഫെർണാണ്ടസ്, മുന്നേറ്റത്തിലേക്കാണ് ട്രിങ്കാവോ വരിക. അതോടൊപ്പം തന്നെ ജാവോ ഫെലിക്സ് മുന്നേറ്റത്തിലുണ്ടാവും. സ്ട്രൈക്കറായിട്ട് ഗോൺസാലോ റാമോസ്. ക്രിസ്ത്യാനോക്ക് വിശ്രമം കൊടുത്തേക്കും എന്നാണിപ്പോൾ എബോല പറയുന്നത്. അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. കോച്ച് അങ്ങനെ ഒരു സൂചന നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പോർച്ചുഗലുകാരുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രോബിൾ 11 നോക്കാം. അതിലും ഓൾമോസ്റ്റ് ഇതേപോലെയൊക്കെ തന്നെയാണ്. ആകെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ തന്നെ, ഡിഫൻസിൽ ജാവോ കൻസേലോ, അതുപോലെ തന്നെ റൂബൻ ഡയസ്, പിന്നെ റെനാറ്റോ വെയ്ഗ, ന്യൂനോ മെൻഡസ്. മധ്യനിരയിലേക്ക് വരുമ്പോൾ വിറ്റീഞ്ഞ, ജാവോ നവസ്, പിന്നെ മധുര മുന്നേറ്റം കൂടി ഒരുമിച്ചാണ്, ജാവോ ഫെലിക്സ്, ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ വരുന്നത് റാഫേൽ ലിയാവോയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഗോൺസാലോ റാമോസ്. ഈ രൂപത്തിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. സോ ചെറിയ വ്യത്യാസമുണ്ട്. റാഫേൽ ലിയാവോയെ കളിപ്പിക്കുമെന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. എന്നാലും സംഗതി വളരെ വ്യക്തമാണ്. യുനാനിമസ് ആയിട്ട് ക്രിസ്ത്യാനോയെ പുറത്തിരുത്തണം എന്നാണ് എബോല മാധ്യമത്തിൻ്റെ നിരീക്ഷകരും അതുപോലെ അവിടുത്തെ ആളുകളും പറയുന്നത്. അത് സംഭവിക്കുന്നത് കണ്ടറിയണം. സാധാരണഗതിയിൽ കോച്ച് അങ്ങനെ തയ്യാറാവാറില്ല. ക്രിസ്ത്യാനോയെ വിട്ടൊരു കളിയുമില്ല റോബർട്ടോ മാർട്ടിനസിനെ. അതുകൊണ്ട് ക്രിസ്ത്യാനോ തുടരും, സ്റ്റാർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രണ്ടാം പകുതിയിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ റാമോസ് വന്നേക്കും. എന്നാൽ പോർച്ചുഗീസ് മാധ്യമം പറയുന്നു ഗോൺസാലോ റാമോസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്ന്. ആര് പറയുന്നതാവും ശരിയാവുക? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.